ഈശോയിലേറ്റം സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിന്റെ 39-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്നേ ദിവസം ഈശോ നമ്മോട് പറയുന്നത് നിത്യജീവനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ്. ഈശോ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി പാടുപീഡകളേറ്റ് കുരിശിൽ മരിച്ച് അവിടുന്ന് സ്വർഗത്തിൽ പിതാവിന്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായപ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, അവയെല്ലാം ചെയ്തത്, ഈ സഹനങ്ങളെല്ലാം ഏറ്റെടുത്തത് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായം 4-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: അവിടുന്ന് തന്റെ കാരുണ്യാതിരേകത്താൽ യേശുക്രിസ്തുവിന്റെ മരിച്ചുവരുന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്ക് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ നിത്യജീവൻ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് പത്രോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പുതിയ സ്വർഗീയ ജീവനിലേക്ക് നാം പ്രവേശിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണത്. പ്രിയമുള്ളവരെ, ഈശോയോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ മാത്രമല്ല, അതോടൊപ്പം തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിലും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത ഈശോയോട് ചേർന്നിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം തിരുവചനം ഇങ്ങനെ പറയുക: പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ഈശോയോട് ചേർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിത്യജീവൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഈശോ പറയുന്നത് കേൾക്കുമ്പോൾ, ഈശോയുടെ വചനം കേൾക്കുമ്പോൾ, ആ വചനം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ്, നന്മയുടെ വഴിയിലൂടെ ചരിക്കുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ ഉണ്ടാകുന്നത്. അതിനുവേണ്ടി തന്നെയാണ് കർത്താവ് ഈശോ മിശിഹ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അവതരിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ബലിയായി മാറുകയും ചെയ്തത്. ഈശോയിൽ പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-ാം തിരുവചനം ഇങ്ങനെ പറയുക: ആടുകളെ കുറിച്ച് പറയുമ്പോൾ, തൻ്റെ അജഗണത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ ഇങ്ങനെ പറയുകയാണ്: ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. ഈശോയാണ് നിത്യജീവൻ നമുക്ക് നൽകുന്നത്. അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല, അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. നല്ല ഇടയനായ ഈശോയുടെ അടുത്തുള്ള ആട്ടിൻ പറ്റത്തെക്കുറിച്ച് പറയുന്നതാണ്. ആ ആട്ടിൻ പറ്റത്തിന് ജീവൻ നൽകുന്നത് കർത്താവാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ നല്ല ഇടയനോട് ചേർന്നിരിക്കുമ്പോഴാണ്, നല്ല ഇടയന്റെ സ്വരം കേട്ട് നല്ല ഇടയൻ നയിക്കുന്ന വഴിയിലൂടെ നയിക്കപ്പെടുമ്പോഴാണ്, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കും അവനോട് ചേർന്നിരിക്കാം. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായം 25-ാം തിരുവചനം ഇങ്ങനെ പറയുക: അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. ആ നിത്യജീവൻ നൽകാൻ വാഗ്ദാനം നൽകിയ കർത്താവ്, അല്ലെങ്കിൽ നല്ല ഇടയൻ, അവൻ നമ്മെ വിളിക്കുക, അവന്റെ പിന്നാലെ വരുവാനായിട്ട്, എന്നെ അനുഗമിക്കുക. ആ നല്ല ഇടയൻ പറയുന്നതാ. നമുക്ക് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കങ്ങനെ ചിന്തിക്കാം. നല്ല ഇടയനായ യേശുക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട്, അവന്റെ വിളി കേട്ടുകൊണ്ട്, ഒറ്റ വിളിക്ക് തന്നെ നമ്മൾ ഉത്തരം നൽകണം: ഇതാ ഞാൻ കർത്താവേ, ഇതാ ഞാൻ വരാം ഈശോയെ. അങ്ങനെ ഒരു മനോഭാവത്തോടുകൂടി ഈശോയുടെ തിരുസന്നിധിയിൽ ചേർന്നിരിക്കണം. അപ്പോഴാണ്, അവിടുത്തെ വചനം കേൾക്കുമ്പോഴാണ്, അവിടുത്തെ വചനത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിത്യജീവൻ ദർശിക്കാൻ, അല്ലെങ്കിൽ നിത്യജീവിതത്തിന്റെ വഴിയെ നടക്കുവാൻ, സ്വർഗത്തിന്റെ വഴിയെ ചരിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. നമുക്കതുകൊണ്ട് ആഗ്രഹിക്കാം. ഈ നാടുകളിൽ പ്രത്യേകിച്ച് കർത്താവിനോട് സംസാരിച്ച്, നമ്മൾ നോമ്പ് കാലഘട്ടത്തിന്റെ ആദ്യ ദിനങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിച്ചതുപോലെ ഈശോയോട് സംസാരിച്ച്, വചനത്തോട് ചേർന്നിരുന്ന് ഈശോ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരുക്കി കർത്താവ് ഒരുക്കുന്ന പാതയിലൂടെ, വിശ്വാസത്തിന്റെ ആ വഴിയിലൂടെ നടന്നുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കാനായിട്ട് നല്ല ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.